போகும் தருணம் மாறுயிரே பார்த்ததாருமில்லை. புலரும் காலை பொழுதை முழுமதையும் பிறந்த போவதில்லையே. நேற்று வரை நேரம் போகவில்லையே, உனதருகே நேரம் போகவில்லை. எதுவும் பேசவில்லையே, இன்றேனோ எதுவும் தோன்றவில்லை. ബാംഗ്ലൂർ ഒരു പബ്ബിൽ നമ്മുടെ നായികയും ഫ്രണ്ട്സും അവരുടെ ലാസ്റ്റ് ഡേയ്സ് ഇൻ ബാംഗ്ലൂർ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നാണ് അവർ MBBSന്റെ ലാസ്റ്റ് എക്സാം കഴിഞ്ഞ ദിവസം, അഥവാ അവർ പറയുന്നവർ അവർ വനവാസം കഴിഞ്ഞ ദിവസം. എബി, 1 more glass please. No, Achu, you are too much. അത് പറയാൻ നീ ആരാടാ? ഡി ഫത്തി, പിടിക്കടി അവളെ നോക്കിക്കൊണ്ട് നിൽക്കാതെ. അങ്ങനെ നമ്മുടെ ഫത്തിയും എബിയും കൂടെ നമ്മുടെ വച്ചുവിനെ അന്നമ്മയും പൊക്കിയെടുത്തുകൊണ്ട് വന്ന് പബ്ബിന്റെ വെളിയിൽ നിർത്തി കാറിന്റെ അടുത്തോട്ട് നടക്കാൻ തുടങ്ങിയപ്പോഴാ പെട്ടെന്ന് വച്ചു എബിയുടെ കൈയും വിട്ട് കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്ന് വണ്ടി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. എടി, നീ ഫിറ്റാ? ഇച്ചാന്റെ ചക്കരയല്ലേ, ഇറങ്ങടി മോളെ. നോ, എനിക്ക് ഓടിക്കണം. ഇന്ന് ഞാൻ ഓടിക്കും, ഇത് സത്യം. ആ സമയം കൊണ്ട് ഫത്തിയുടെ കൈയും വിട്ട് അന്നമ്മ കോ ഡ്രൈവിംഗ് സീറ്റിൽ ചെന്ന് സ്ഥലം പിടിച്ചു. വച്ചു, നീ എടുക്കടി വണ്ടി. അയ്യോ വേണ്ട, ഞങ്ങളും ഉണ്ട്. അവര് കേറിയ ഉടനെ വച്ചു കാറ് സ്റ്റാർട്ട് ചെയ്ത് ഒറ്റ പറപ്പിലായിരുന്നു. മേലെ മാനത്തെ 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ടേ. ഓ, മേലെ മാനത്തെ 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ടേ. അന്നമ്മേ, പാട്ട് മാറ്റടി. അതും പറഞ്ഞ് വച്ചു കാറിന്റെ സ്പീഡ് ഒന്നുകൂടി കൂട്ടി. ഇതേ സമയം എബിയുടെയും ഫത്തിന്റെയും ആത്മ ഒടുവിലെ യാത്രയ്ക്കായി പ്രിയജനമേ ഞാൻ പോകുന്നു. പെട്ടെന്നാണ് എബിയുടെ മനസ്സിലേക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്. അത് ഓർത്തുകൊണ്ട് എബി ഫത്തിനെ വിളിച്ചു. ഡി ഫത്തി, നമ്മൾ എന്തോ ഒരു സാധനം മറന്നില്ലേ? ഡി ശിവ എന്നൊരു ശബ്ദം കേട്ടാണ് എബിയും ഫത്തിയും പിന്നെ കാറിന്റെ മുമ്പോട്ട് നോക്കുന്നത്. അവർ തല ഉയർത്തി നോക്കിയപ്പോഴത്തേക്കും അവർ കണ്ടത് 2 പോലീസുകാർ അവരുടെ കാറിന് നേരെ അടുത്ത് വരുന്നതാണ്. എബിയുടെ ആത്മ കർത്താവേ സ്തോത്രം. ഫത്തിന്റെ ആത്മ റബ്ബേ അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. ഒരു പോലീസുകാരൻ വന്ന് വിൻഡോയിൽ മുട്ടി. വച്ചതേ സ്റ്റിയറിംഗിൽ തലവെച്ച് സുഖ ഉറക്കം. എബി ഡോറ് തുറന്ന് പുറത്തിറങ്ങി അവരോട് സംസാരിക്കാൻ തുടങ്ങി. സാർ, ഒരബദ്ധം, ഞങ്ങളെ ഒന്ന് വെറുതെ വിടണം. നിങ്ങളാണോ ഡ്രൈവ് ചെയ്തത്? അല്ലല്ലോ, ഡ്രൈവ് ചെയ്ത ആളെ വിളിക്കൂ, അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം വിടണോ വേണ്ടയോ എന്ന്. അതെന്താടോ താൻ ഞങ്ങളെ വിടാത്തെ? ഹോ, ഇവൾ കുടിച്ചിട്ടുണ്ടോ? എന്തായാലും മക്കളെല്ലാവരും ജീപ്പിലോട്ട് കേറ്, സ്റ്റേഷനിൽ പോയിട്ടാവാം ബാക്കി. അങ്ങനെ അവരെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി. സ്റ്റേഷനിൽ ഫോൺ റിംഗ് ചെയ്യുന്നു. മറ്റൊരു പോലീസുകാരൻ ഈ പോലീസുകാരനോട് പറയുന്നു, സാർ, ഒരു മലയാളി പെൺകുട്ടി എയറിംഗ്സ് പബ്ബിൽ അടിയുണ്ടാക്കുന്നു എന്നൊരു പരാതി വന്നിട്ടുണ്ട്. താൻ ഒരാളെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി അതിനെ ഇങ്ങ് പിടിച്ചോണ്ടുവാ. നീയൊക്കെ ഏത് പബ്ബിൽ നിന്നാ ഇറങ്ങിയത്? എയറിംഗ്സ്. എന്താ സാർ ചോദിച്ചത്? അല്ല, അവിടെ നിന്നിപ്പോ ഒരു സാധനം വരും, അതിനെ അറിയുമോ എന്ന് പറയണം. സാർ, ആ പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു രക്ഷയുമില്ല സാർ. അതിനെ കൊണ്ടുവരുന്ന വഴിയെല്ലാം അത് ബഹളം വെച്ചും വൊമിറ്റ് ചെയ്തും പ്രശ്നമായിരുന്നു.
വച്ചു, നിന്റെ ശിവമോള് വന്നടേ. Мальчик Азиат, имбирный шоколад, шоколад. സ്റ്റോപ്പ് ഇറ്റ്. ഇതെന്താ ചന്തയോ അതോ പാർക്കോ? നീയൊക്കെ കാണിക്കുന്നതെങ്ങാണോ ആ കാലം കാണണം. യെസ് സർ, ഓക്കെ സർ, ഷുവർ സർ. അവരുടെ കയ്യിൽ നിന്ന് പേരും അഡ്രസ്സും വാങ്ങി പെറ്റി അടപ്പിച്ചിട്ട് വിട്ടോ. അതും പറഞ്ഞ് എസ്.ഐ പുറത്തേക്ക് പോയി. ഇത് കേട്ട സന്തോഷത്തിൽ എബി അടുത്ത് നിന്ന പോലീസുകാരനുമായി പോയി. അങ്ങനെ കുറച്ചു സമയത്തിന് ശേഷം അവർ അവിടെ നിന്നും പോകുന്നു. അതേസമയം ആ സ്റ്റേഷനിലേക്ക് ഒരു ബ്ലാക്ക് കാർ വന്ന് നിർത്തുന്നു. അതിൽ നിന്നും ഒരാൾ ഇറങ്ങി വന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കയറുന്നു. ചുറ്റുമുള്ള പോലീസുകാർ അയാളെ അതീവ ഭയഭക്തി ബഹുമാനത്തോടെ സല്യൂട്ട് ചെയ്യുന്നു. ഹി ഈസ് ഋഷഭ് ദേവ് IPS. പോലീസുകാരുടെ ഇടയിൽ അവൻ കാലനാണ്. ഡോ 2 ദിവസം മുമ്പ് വന്ന വുമൻ മിസ്സിംഗ് കേസിന്റെ ഫയൽ വിത്തിൻ 2 minutes എന്റെ ടേബിളിൽ ഉണ്ടായിരിക്കണം. അതും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ അടുത്തുള്ള ക്യാബിനിലേക്ക് കയറിപ്പോയി. അവൻ കയറിപ്പോയതും അവിടെ നിന്ന് പോലീസുകാർ ഒരു നെടുവീർപ്പോടെ തിരിഞ്ഞു നടന്നു. എടി ഫത്തിനെ, നിന്റെ കൈ എന്റെ ഫോൺ ഉണ്ടെങ്കിൽ തന്നെ ഇച്ചായെ വിളിക്കുമെന്ന് പറഞ്ഞായിരുന്നു ഫ്ലൈറ്റിന്റെ സമയം പറയാനായിട്ട്. എടാ, അതിന് എന്റെ കയ്യിൽ നിന്റെ ഫോണില്ലല്ലോ. കർത്താവേ, ഫോൺ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മറന്നെന്നാ തോന്നുന്നത്. ഇനിയിപ്പോ ഫോൺ എടുക്കാതെ വേറെ വഴിയില്ലല്ലോ, വണ്ടി തിരിക്കുക തന്നെ. സാർ, എന്റെ ഫോൺ ഞാൻ ഇവിടെ വെച്ച് മറന്നെന്നാ തോന്നുന്നത്, ഒന്ന് നോക്കിക്കോട്ടെ സാർ. ഓ, അപ്പൊ അത് തന്റെ ഫോണായിരുന്നോ? ഇവിടെ ഒരു ഫോൺ ഇരിക്കുന്ന കണ്ടായിരുന്നു, ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. താൻ എന്റെ കൂടെ വാ, എടുത്തു തരാം. അപ്പോഴാണ് സ്റ്റേഷന്റെ വെളിയിൽ നിന്ന് ഒരു ബഹളം കേട്ട് എല്ലാവരും സ്റ്റേഷന്റെ വെളിയിലേക്ക് പാഞ്ഞത്. കൂടെ എബിയും. അവിടെ കണ്ട കാഴ്ചയിൽ എബിയും പോലീസുകാരും തറഞ്ഞു നിന്നുപോയി. കാലന്റെ കൂടെ വഴക്കുണ്ടാക്കുന്ന വച്ചു. അവന്റെ ഷർട്ട് കണ്ടാൽ തന്നെ അറിയാം അവൾ അതിൽ വൊമിറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. വലിഞ്ഞ മുറുകിയ മുഖവുമായി ദേഷ്യത്തിൽ ചുവന്ന കണ്ണുകൾ കൂർപ്പിച്ച് അവൻ അവളെ രൂക്ഷമായി നോക്കി നിൽക്കുന്നു. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാത്ത രീതിയിൽ നമ്മുടെ വച്ചു അവന് എന്തൊക്കെയോ പറയുകയാണ്. എന്റെ കർത്താവേ, ഈ പെണ്ണ് വഴിയെ പോന്ന വയ്യാവേലി വാള് പിടിച്ചു വെച്ചോണ്ട് വരുവാണല്ലോ. താൻ ആരോ എന്റെ എബിയുടെ ഫോൺ തിരിച്ചു കൊടുക്കട കള്ള. ഡീ, നിന്നെ ഞാൻ പോടാ. ഋഷി അവിടെ നിന്നും തിരിഞ്ഞ് അവന്റെ കാറിന്റെ അടുത്തേക്ക് പോയി. അതിൽ നിന്നും ഒരു വാട്ടർ ബോട്ടിൽ എടുത്തുകൊണ്ടുവന്ന് അവൻ അവളുടെ മുകളിലൂടെ ഒഴിച്ചു. അവൾ നിന്ന് തുള്ളി. ഡീ, നീ ഈ ചെയ്തതിന് മുതലും പലിശയും ചേർത്ത് ഞാൻ നിനക്ക് തിരിച്ചു തന്നിരിക്കും. അവളുടെ മുന്നിലൂടെ പോകുന്ന താറിനെ നോക്കി അവൾ ദേഷ്യത്തോടെ പലതും പറഞ്ഞുകൊണ്ടിരുന്നു. Damn it, how dare she is. I will make you pay for this. നീ കളിച്ചത് ഈ കാലനോടാ. ഓ, I will be there in 50 minutes. ഇഡിയറ്റ്. അവൻ അറിയില്ല ഈ വർഷനെ ആരാന്നുള്ളത്. അവനുള്ള പണി ഞാൻ എന്നായാലും കൊടുത്തിരിക്കും. ഇനി അവൻ എന്റെ മുമ്പിലോട്ട് വരാതിരുന്ന അവന്റെ ഭാഗ്യം. എന്റെ പൊന്നു വെച്ചു, ഇനി നീ പ്രശ്നത്തിനൊന്നും പോവല്ലേ. നീ അയാളുടെ ഷർട്ടിൽ വൊമിറ്റ് ചെയ്തു, അയാൾ നിന്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചു. ഇപ്പം പ്രോബ്ലം ഏകദേശം ഒന്ന് ടാലി ആയിട്ടുണ്ട്. ഇനി വെറുതെ വഴിയെ കിടക്കുന്ന വയ്യാവലി എടുത്ത് തോളി വെക്കാൻ നിൽക്കല്ലേ. ഇവളുമാരങ്ങനെ പലതും പറയാം. നിന്റെ ദേഹത്ത് വെള്ളം കൊരുവച്ചാൽ നമ്മൾ നല്ല മുട്ടം പണി തന്നെ കൊടുത്തിരിക്കും. എടി, നിനക്കൊക്കെ പറഞ്ഞാലും മനസ്സിലാകത്തില്ല. അയാളൊരു IPS ഓഫീസറാ. അയാളുടെ അടുത്ത് കളിച്ചാൽ ഇന്നലെ കണക്കിന് കിട്ടും. വച്ചു, നീ വിഷമിക്കണ്ടടി. ഇതുങ്ങൾ രണ്ടും കൂടില്ലെങ്കിൽ എന്താ, ഞാനും ശിവ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇനി അയാൾ നമ്മുടെ മുമ്പിൽ വന്ന് പെട്ടാ അയാൾക്ക് നമ്മൾ നല്ല അടാറ് പണി തന്നെ കൊടുത്തിരിക്കും. പറഞ്ഞാ മനസ്സിലാവാത്തവർക്ക് ചോറിയുമ്പോ മനസ്സിലായിക്കോളും. കറുത്തിരുണ്ട ഒരു മുറി. അതിൽ നിന്നും ഒരു മനുഷ്യന്റെ വേദനയിൽ മുങ്ങിയ തേങ്ങലുകൾ മാത്രം പ്രതിഫലിക്കുന്നു. പെട്ടെന്ന് അവിടുത്തെ റൂം ഡോർ തുറന്ന് ഒരു വെള്ള വസ്ത്രം ധരിച്ച ആൾ ആ മനുഷ്യന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. Внутри у него розы темно-алые, а внутри у него письма запоздалые. Hello, my dear friend. How are you? അയ്യോ, അയ്യോ, എന്നെ ചെയ്യല്ലേ. അയ്യോ, എന്നെ ചെയ്യല്ലേ.
പ്ലീസ് എന്നെ ചെയ്യല്ലേ, പ്ലീസ് ലീവ് മീ. ഹേ കായ്, ഇവന്റെ ഇന്നത്തെ ട്രീറ്റിനുള്ള സ്പെഷ്യൽ കൊണ്ടുവരൂ. കായ് പുറത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് ഒരു കയ്യിൽ ബിരിയാണിയും മറു കയ്യിൽ ഒരു കുപ്പി വെള്ളവുമായി അകത്തേക്ക് വന്നു. ആ ബിരിയാണി പൊതി തുറന്ന് അവൻ അയാളുടെ മുന്നിലേക്ക് നീട്ടി. അയാൾ ഒരു ഭ്രാന്തന്റെ ചേഷ്ടകളോടെ ആ ബിരിയാണി കഴിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ആ ബിരിയാണിയിലേക്ക് 2 കൈകൾ വീണത്. ആ വേദന സഹിക്കാൻ കഴിയാതെ അയാൾ നിലവിളിച്ചു. എന്താണ് ബ്രോ ഇത്? അയാൾ ആഹാരം കഴിക്കുന്നത് നീ കണ്ടില്ലായിരുന്നോ? ഈ പന്നയെ ബിരിയാണി കൊടുത്ത് സൽക്കരിക്കാനല്ല ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നാലും ഒരാൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ലെന്നുള്ളൊരു തോന്നലുകൊണ്ടാ ഞാൻ ഇവനെ കുറച്ച് കഴിഞ്ഞിട്ട് എന്റെ ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞിരുന്നത്. അപ്പഴത്തേക്കും നീ വന്ന് ഓവർടേക്ക് ചെയ്തില്ലേ. ഇനിയിപ്പൊ അടുത്ത പ്രാവശ്യം നോക്കാം. കായ്, ഈ കിടക്കുന്നവനെ എത്തിക്കേണ്ട അടുത്ത് എത്തിക്കും. ഓ എന്റെ ദൈവമേ, എന്തുവാടാ ഇത്? പിന്നെ ഞാനെന്തുവാ ആ പുന്നാര മോനെ വെച്ച് പൂജിക്കണമായിരുന്നു. അതിനുള്ള പുണ്യപ്രവൃത്തിയൊന്നും അവൻ ചെയ്തിട്ടില്ല. അവൻ ചെയ്തതിന് ഇത് വെറും കുറഞ്ഞു പോയി. അവന്റെ ഈ വേദനയുടെ ഇരട്ടി ആ പെൺകുട്ടി അനുഭവിച്ചിട്ടുണ്ട്. ഒരാഴ്ചയോളം അവൻ ആ പെൺകുട്ടിയെ കെട്ടിയിട്ട് ക്രൂരമായി ഇല്ലാതാക്കിയത്. അതിലുപരി അവളുടെ അച്ഛനും അമ്മയും കോടതിയിൽ നേരിടേണ്ടി വന്ന അപമാനം. അന്ന് ആ കോടതി മുറ്റത്ത് വെച്ച് ഞാൻ തീരുമാനിച്ചതാ, ഇവനെ ഞാൻ കൊല ചെയ്യുമെന്ന്. ഋഷി, കൂൾ മാൻ. എന്തുവാണ് നിനക്കൊരു സ്മെല്ല്? നീ വല്ല വേസ്റ്റില് പോയി ചാടിയോ? മോനെ, ഡാ കാല, എന്റെ കൈ വിടടാ. വിട് വിട് വിട്, എന്റെ കൈ വിട്. എനിക്ക് ഇനിയും എന്റെ ഈ കൈ വെച്ച് ആഹാരം കഴിക്കണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. കൈ വിടടാ വിടടാ. എന്തൊരു പിടിയാടാ പിടിച്ചത്. മനുഷ്യന്റെ കൈ പറഞ്ഞു പോയെന്ന് തോന്നുന്നു. ഹോ എന്റെ പുണ്യേ. അല്ല, ഇതിനും വേണ്ടി ദേഷ്യം വരാൻ ഞാൻ നിന്റെ അടുത്ത് ഈ സ്മെൽ എന്താണെന്നല്ലേ ചോദിച്ചോളൂ. അതിന് നീ എന്തിനാ ഇത്രയും ദേഷ്യപ്പെടുന്നത്? നീ കരുതിയിരുന്നു ഇനി ഞാൻ നിന്നെ കാണുമ്പോ അന്ന് നിനക്ക് ഞാൻ നല്ലൊരു സൂപ്പർ ട്രീറ്റ് തന്നെ തന്നിരിക്കും. നീ എന്താടാ പറയുന്നേ? നീ ഇത് ഏത് പെണ്ണിന്റെ കാര്യാ പറയുന്നേ? അയ്യോ എന്റെ അമ്മേ, എനിക്കിത് പറഞ്ഞു ചിരിക്കാൻ ആരുമില്ലേ? അയ്യോ അയ്യോ ഈശ്വര, എനിക്ക് ശ്വാസം കിട്ടുന്നില്ലേ. ഒരു പെണ്ണ് സ്റ്റേഷനിൽ വെച്ച് ദ ഗ്രേറ്റ് ഋഷഭ് ദേവ് IPSന്റെ ഷർട്ടിൽ വോമിറ്റ് ചെയ്തെന്നോ? അതും പോരാഞ്ഞിട്ട് നിന്നെ അവള് കള്ളാന്ന് വിളിച്ചെന്നോ? നീയായിട്ട് ചിരി നിർത്തുന്നോ അതോ ഞാനായിട്ട് നിന്റെ ചിരി നിർത്തണോ? വേണ്ട, ഞാൻ നിർത്തി. അതും പറഞ്ഞ് അവർ തിരിഞ്ഞു നടന്നു. സുന്ദരിയോ ദൈവരംഭയോ മോഹിനിയോ മനം മുന്തിയതോ വിഴി മുന്തിയതോ കരം മുന്തിയതോ எனவே உயர் சந்திர சூடர் குறும்பலைசர் சங்கனி வீதியிலே மனம் முந்தியதோ விழி முந்தியதோ கரம் முந்தியதோ எனவே. നളിനി ചേച്ചി, ഒന്ന് ആ ചിക്കൻ കറി നോക്കിക്കോണേ. ഞാൻ പോയി എന്റെ നടുക്കഷ്ണത്തെ ഒന്ന് നോക്കട്ടെ. എത്ര വലുതായി IPS ആയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. മൂട്ടില് വെയിലടിക്കാതെ അവൻ എഴുന്നേക്കത്തില്ല. എന്റെ ഭഗവാനെ, ഇവനെയൊക്കെ IPS ആക്കിയത് ആരാണോ ആവും. എന്താ ലക്ഷ്മി ചേച്ചി പറയുന്നേ? എന്റെ ഭദ്രേ, ഒന്നും പറയണ്ട. എന്റെ 2ാമത്തെ സന്താനം ഉണ്ടല്ലോ, അവനെ വിളിക്കാൻ പോവുമായിരുന്നു ഞാൻ. എന്താ പറയാ, അനിയത്തിമാരുടെ പഠിത്തം കഴിഞ്ഞ് അവളുമാര് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ആ ചെക്കനൊരു കാര്യം തപ്പി നടന്ന പോലെ ഉടനെ ലീവ് എടുത്ത് വീട്ടിൽ കുത്തിയിരിക്കുന്നത്. എന്നിട്ട് എന്തിനാടാ നീ ലീവ് എടുത്തതെന്ന് ചോദിച്ചപ്പോ പറയുവാന്നേ, എന്റെ പെങ്ങന്മാര് വരുമല്ലേ, അപ്പൊ അവളുമാരെ കൊണ്ട് നടക്കാൻ ഞാനല്ലേ ഉള്ളൂ. നിന്നെ ഞാനല്ലാതെ വേറെ ആര് ലീവ് എടുക്കാനാ അവളുമാർക്കെന്ന്. അല്ല ചേച്ചി, അപ്പൊ വാവയാണോ അവളുമാരെ പോയി എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യുന്നത്? അതേ ഭദ്രേ, ഇന്നലെ എന്നോട് പറഞ്ഞിട്ട് അവൻ കിടന്നത്. പക്ഷെ 7 മണി മുതൽ ഞാൻ അവനെ വിളിക്കാൻ തുടങ്ങി. ഇപ്പൊ സമയം 8 മണിയായി. ഇന്ന് മിക്കവാറും അവന്റെ സ്നേഹനിധിയായ അനിയത്തിമാരുടെ കയ്യിൽ നിന്ന് അവന്റെ നെഞ്ചത്ത് പഞ്ചാരി മേളം കിട്ടുന്നതിന് നല്ല ചാൻസ് ഞാൻ കാണുന്നുണ്ട്.
ചേച്ചി അതിന് ഫ്ലൈറ്റ് 8:30-ക്കല്ലേ ലാൻഡിങ് ടൈം പറഞ്ഞിരിക്കുന്നത്. ഇവൻ ഇനി എഴുന്നേറ്റിട്ട് എപ്പോ പോവാനാ? അതേ ഭദ്രേ, ഇനിയും അവൻ ലേറ്റായ അവനെ ഇന്നിനി എണ്ണത്തോണി കിടത്തേണ്ടി വരും. അവളുമാരുടെ കയ്യിലൊരു പത്രക്കാണല്ലോ. ഞാൻ പോയി അവനെ വിളിക്കട്ടെ. ഇച്ചായന്റെ കൊച്ച് ഇച്ചായനൊരു ഉമ്മ തായോ, അല്ലെങ്കിൽ വേണ്ട ഇച്ചായൻ തരാൻ കൊച്ചിനൊരു ഉമ്മ. കുരുത്തം കെട്ടവനെ എഴുന്നേക്കടാ. എന്റെ അമ്മേ, എന്റെ ചന്തിയിലാരോ ബോംബിട്ടെ. ചെറുക്ക, നീ എന്തുവാടാ ഇന്നലെ എന്റെ അടുത്ത് പറഞ്ഞിട്ട് വന്ന് കിടന്നത്? എന്തോ അമ്മ ഞാൻ പറഞ്ഞത്? എന്തുമായിരിക്കും എന്നാലും ഞാൻ പറഞ്ഞത്? അയ്യോ ഈശ്വര, അവളുമാർ ഇന്ന് എന്നെ കുരിശിക്കേറ്റ് ഉറപ്പാ. അമ്മ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, അവളുമാരുടെ കൂടെ കഴിച്ചോളാം. അതിന് അവളുമാര് വല്ലതും ബാക്കി വെച്ചാലല്ലേ. എടി, അങ്ങേരത് എവിടെ പോയി കിടക്കുക? നിനക്ക് വിക്കിച്ചേട്ടനെ വല്ലതും വിളിച്ചാ പോരായിരുന്നോ? എന്തിനാ ഈ വിവരവും വെള്ളിയാഴ്ച ഇല്ലാത്ത അങ്ങേരെ തന്നെ വിളിക്കാൻ നിന്നത്? ശിവ, ഒന്നുമില്ലാലും ഞാൻ ചേട്ടൻ നിന്റെ ചേട്ടനല്ലേടി, അതിന്റെ എങ്കിലും ഒരു ബഹുമാനം കൊടുക്കടി. എന്തോ ഇതാരാ ഈ പറയുന്നത്? സ്വന്തം ചേട്ടൻ നിന്റെ അയില വറുത്തതെടുത്തു എന്നും പറഞ്ഞ് 1 മാസമല്ലേടി നീ ആ പാവത്തിനെ കൊണ്ട് നിന്റെ തുണി കഴിപ്പിച്ചത്? അത് പിന്നെ നീ ഒന്നും പണയണ്ട, ഞങ്ങളല്ലേലും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഈയിടെയായിട്ട് വ്യാൻചേട്ടനെ പറ്റി ശിവ എന്തെങ്കിലും പറയുമ്പോ ഉള്ള നിന്റെ ഒരു ഇളക്കം. പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുമ്പോ ഞങ്ങളൊന്നും അറിയത്തില്ലെന്ന് അതിന്റെ വിചാരം. നിന്നെ ഞങ്ങൾ എടുത്തോളാം. അത് ശരിയാ നിങ്ങൾ പറഞ്ഞത്. അതിന് അവള് മാത്രമല്ലല്ലോ ഈ കൂട്ടത്തിലെ പൂച്ച. അത് നീ പറഞ്ഞതുപോലെ വെറും പൂച്ചയല്ല ശിവ, ഒരു കണ്ടം പൂച്ചയാ. അതിന് കൂട്ടായി ഒരു വെള്ള എലിയും. ഒരു ദിവസം രണ്ടിനെയും കയ്യോടെ ഞങ്ങൾ പൊക്കും. അല്ല, അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും ഇല്ല. അതിന് ഇവളത് നീയാന്ന് പറഞ്ഞില്ലല്ലോ. ഹലോ ചെല്ലോസ്, യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മാമൻ അല്ല ചേട്ടൻ വൈകിയല്ലോ അല്ലേ? തേണ്ടി, ഇന്നലെ ഞാൻ നിന്റെ അടുത്ത് 8 മണിക്ക് വരണമെന്നാ പറഞ്ഞത്. അത് പിന്നെ 8:30, കറക്റ്റ് 8:30 ഇവിടെ നിൽക്കുമെന്നാ പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ വന്ന സമയം എത്രയായി? അത് 9 അല്ല 9:15. വച്ചു, ഇപ്പൊ നമ്മള് പബ്ലിക്കിലാ. ഇതിനുള്ളത് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കൊടുക്കാം. ഈശ്വര, എന്നെ ഈ പിശാചുക്കളുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കൂ പ്ലീസ്. എല്ലാവരും വാ. അല്ല, ഇവരെ ആരും വിളിക്കാൻ വന്നില്ലേ? ഇല്ല, ഞങ്ങളാ പറഞ്ഞത് വേണ്ടെന്ന്. ഹോ ഭാഗ്യം, ഇതുങ്ങളെ കൊണ്ട് ഇങ്ങനൊക്കെ ചില പ്രയോജനങ്ങളുണ്ടല്ലോ. വ്യാൻ ചേട്ടാ, എന്താ ചിന്തിക്കുന്നേ? വരുന്നില്ലേ? ഓ ആ, ഞാൻ ദാ വരുവാ. അമ്മേ, വെള്ളപ്പൊക്കം, ഓടിക്കോ. എബി ചാടി കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. പെട്ടെന്നാണ് റൂം ഡോറിന്റെ അവിടെ നിന്ന് ഒരു പൊട്ടിച്ചിരി കേട്ടത്. നിക്കടാ കുട്ടി പിശാചുകളെ എവിടെ? എബി ഓടാൻ വേണ്ടി കാലെടുത്ത് വെച്ചത് വെള്ളത്തിലായിരുന്നു. ഹമ്മഷ്കേ, എന്റെ നടു പോയെന്നാ തോന്നുന്നത്. ഒന്നെങ്കി ഇതിന്റെയൊക്കെ മാമൻ, അല്ലെങ്കിൽ ഇതുങ്ങള് എല്ലാം കൂടി എന്റെ പുക കണ്ടിട്ട് അടങ്ങുന്നാ തോന്നുന്നേ. അങ്കി, ഗുഡ് മോർണിംഗ്. അയ്യോ, ഇതെന്താ നിനക്ക് പറ്റിയത്? നീ എന്താ നിലത്ത് കിടക്കുന്നത്? രുദ്രി, നോക്കി നിൽക്കാതെ എന്നെ ഒന്ന് സഹായിക്കടി. ഒന്നുമില്ലേലും നിന്റെ 2 കുരിപ്പുകൾ എനിക്ക് തന്ന മോർണിംഗ് ഗിഫ്റ്റ് അല്ലേ ഇത്? എന്റെ ഈശ്വര, ഇതുങ്ങളെ കൊണ്ട് വന്ന് രണ്ടിനും കുസൃതി കൂടുന്നുണ്ട്. ഇന്ന് ഞാൻ ഇത് രണ്ടിനും കൊടുക്കുന്നുണ്ട്. നീ എന്റെ പിള്ളേരെ തൊട്ടാല. ആഹാ, എനിക്കിത് തന്നെ വേണം. നീയും ഋഷിയും കൂടിയാ അതുങ്ങളെ ഇങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കിയത്. എടി, അവർക്ക് ഞങ്ങളുടെ അടുത്തല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ. ഏതോ ഓർമ്മയിൽ രുദ്രയുടെ കണ്ണ് നിറഞ്ഞു. ആഹാ, അപ്പോഴേക്കും പെണ്ണ് കണ്ണ് നിറച്ചോ? നീ പോയി ഒന്നുകൂടി ഈ ചായ ചൂടാക്കി കൊണ്ടുവന്നേ. ചെല്ല് പെട്ടെന്ന്. പോട്ട്. ഹലോ മിസ്, എല്ലാവരോടും ആദ്യം തന്നെ ഒരു സോറി പറയുകയാണ്. 1 മാസമായിരുന്നു ട്രെയിലർ ഇട്ടിട്ട്, പിന്നെ ഇതുവരെ എപ്പിസോഡ് ഇട്ടില്ല. കുറച്ചൊക്കെ എഡിറ്റിംഗ് പ്രോബ്ലംസ് എനിക്കുണ്ട്. എല്ലാവരും അത് ക്ഷമിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ദയവ് ചെയ്ത് പറയുന്നു. പിന്നെ ഇനി മുതൽ ഇങ്ങനെയല്ല, എല്ലാ ആഴ്ചയും കൃത്യമായി ഒരു എപ്പിസോഡ് വരുന്ന രീതിയിൽ ഞാൻ എന്തായാലും ഇട്ടിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് വേണം.